ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും കരിയർ ട്രാക്കർ PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മലയാളത്തിലെ കുറച്ച് പദങ്ങളുടെ ശരിയായ രൂപങ്ങൾ പരിചയപ്പെടാം. പദശുദ്ധിയുമായി ബന്ധപ്പെട്ട ഒരു മാർക്കിന്റെ ഒരു ചോദ്യം എല്ലാ പരീക്ഷകളിലും, മലയാളം സിലബസിലുള്ള എല്ലാ പരീക്ഷയിലും ഒരു മാർക്കിന് പദശുദ്ധിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉറപ്പാണ്. നമുക്ക് കുറച്ച് പദങ്ങളെ പരിചയപ്പെടാം. ആദ്യമായി സ്ഥിരമായി വരുന്നതാണ് അടിമത്വം. അടിമത്വമാണോ അടിമത്തമാണോ ശരിയെന്ന് നമുക്ക് കാണുമ്പോൾ രണ്ടിനും ശരി ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. കാരണം അടിമത്വം നമ്മൾ പറയാറുണ്ട്, അടിമത്വം എന്ന് പറയാറുണ്ട്. പക്ഷെ അടിമത്തം ആണ് ശരി, അടിമത്തം. അതുപോലെ അത്ഭുതം എന്ന് നമ്മൾ പറയാറുണ്ട്, എഴുതാറുണ്ട് അത്ഭുതം. അത്ഭുതം ആണ് ശരി. അതുപോലെ നമ്മൾ സാധാരണ ഐക്യമത്യം എന്ന വാക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഐക്യമത്യം മഹാബലം എന്നാണ് പലപ്പോഴും നമ്മൾ പറഞ്ഞ് വന്നിട്ടുള്ളത്. പക്ഷെ ഐക്യമത്യമല്ല, ഐകമത്യമാണ്. ഐകമത്യം മഹാബലം, ഐകമത്യം ആണ് അതിന്റെ ശരിയായ രൂപം. അതുപോലെ ചിലവ് എന്ന് നമ്മൾ സാധാരണ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ചിലവ്, അല്ലെ? പക്ഷെ ചിലവ് അല്ല, അതിന്റെ യഥാർത്ഥ രൂപം ഏതാണ്? ചെലവ് ആണ്. ചെലവ് ആണ് അതിന്റെ യഥാർത്ഥ രൂപം. അതുപോലെ പാദസ്വരമല്ല, പാദസരമാണ്. വൃഷ്ടിക്ക് ഈ വൃഷ്ടി ആണ് ശരി. പിന്നീട് PSC ഒരുപാട് തവണ ചോദിച്ചതാണ് ശരശ്ചന്ദ്രൻ. അല്ല, ശരചന്ദ്രൻ ആണ് ശരി. ഈ ശരചന്ദ്രൻ, ചെലവ്, ഐകമത്യം, അടിമത്തം ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു പരീക്ഷയിൽ ചോദിച്ചു കണ്ടതാണ് ശുപാർശയല്ല ശരി, ശിപാർശയാണ്. ശുപാർശ എന്നത് തെറ്റാണ്. ശരിയായ രൂപം ശിപാർശ എന്നതാണ് ശരിയായ രൂപം. മറ്റൊന്ന് വിമ്മിഷ്ടം. നമ്മൾ പറയും വിമ്മിഷ്ടം എന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ടല്ലേ? പക്ഷെ വിമ്മിഷ്ടം എന്ന വാക്ക് തെറ്റാണ്. ശരിയായ വാക്ക് ഏതാണ്? വിമ്മിട്ടം എന്നതാണ് ശരിയായ രൂപം. ഇനി മഹത്വം അല്ല, മഹത്തം. മഹത്വത്തിന് ഈ ഇത്താവണം. മഹത്വം എന്നുള്ളത് ഇവിടെ ഒരു താ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ എന്ത് വേണം? ഇരട്ടിപ്പുള്ള താ വേണം. മഹത്വം ആണ് ശരി. അതുപോലെ മഠയൻ അല്ല, മഠയൻ. ടായാണ്. ഠ അല്ല, ടായാണ്. അതുപോലെ വിണ്ടലം അല്ല, ഈ ഇണ്ടായാണ്. വിണ്ടലം. പിന്നീട് മധ്യാഹ്നത്തിന്റെ ശരിയായ രൂപം നോക്കുക. മധ്യാഹ്നം. അതുപോലെ ഈ ധ്യാക്കും മാറ്റമുണ്ട്. മധ്യാഹ്നം. പിന്നീട് ഉച്ചാരണം. ചായുമല്ല, ഇച്ഛായാണ് ഉച്ചാരണത്തിന് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ ചായും അച്ഛൻ അങ്ങനെ ആ ചായല്ല, ഉച്ചാരണത്തിൽ ഇച്ഛ ഇരട്ടിപ്പുള്ള ചായാണ് ഉപയോഗിക്കേണ്ടത്. പിന്നീട് സാമ്രാട്ട് ഒരുപാട് തവണ PSC ചോദിച്ചതാണ്. സാമ്രാട്ടല്ല, സമ്രാട്ടാണ്. സാമ്രാട്ട് എന്നത് തെറ്റായ രൂപമാണ്. ശരിയായ രൂപം ഏതാണ്? സമ്രാട്ട്. അതുപോലെ അനുഗ്രഹീതമല്ല, അനുഗ്രഹീതം എന്നത് തെറ്റാണ്. ശരിയായ പദം അനുഗൃഹീതം. പിന്നീട് യാദൃശ്ചികം. ഈ യാദൃശ്ചികം ഒരു തവണ PSC ചോദിച്ചിട്ടുണ്ട്. യാദൃശ്ചികം ഷാച്ച അല്ല, ചീച്ച. യാദൃശ്ചികം. അതുപോലെ ആജാനബാഹു അല്ല, ആജാനുബാഹു എന്നത് തെറ്റാണ്. ആജാനുബാഹു. പിന്നീട് ഇളനീർ. നമ്മൾ പറയുമ്പോഴും എഴുതുമ്പോഴും ഇളനീർ എന്ന് തന്നെയാണ് എഴുതാറുള്ളത്, അല്ലെ? പക്ഷെ അതിന്റെ ശരിയായ രൂപം ഇളനീർ. ഇളനീറാണ് ശരിയായ രൂപം. പിന്നീട് രാപ്പകൽ എന്ന് നമ്മൾ പറയാറുണ്ട്. ശരിയായ രൂപം ഏതാണ്? രാപകൽ ആണ്. അപ്പോൾ ഇത് പദശുദ്ധിയുമായി ബന്ധപ്പെട്ട ഒരു മാർക്ക് എപ്പോഴും PSC പരീക്ഷകളിൽ ഒരു മാർക്ക് ഉറപ്പാണ്. കുറച്ച് വാക്കുകൾ നമ്മൾ ശരിയാണെന്നാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കുക. പക്ഷെ അതിന്റെ ശരിയായ വാക്ക്, ശരിയായ രീതി ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ വേഗത്തിന് ഒരു മാർക്ക് നമുക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. കൂടുതൽ പദശുദ്ധിയുമായി ബന്ധപ്പെട്ട്, കൂടുതൽ പദങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും ബൈ. താങ്ക് യു.